നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീന എന്ത് കളിയാണ് കളിച്ചത്? ഇതിലിപ്പം സ്കലോനിയെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സ്കലോനി ഉത്തരം പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം അത്തരം കമൻറ്റുകൾ. ചില കാര്യങ്ങൾക്ക് സ്കലോനി ഉത്തരം പറഞ്ഞേ പറ്റൂ. മെസ്സിയുടെ റെക്കമെൻഡിൽ മാത്രം ഒരു ക്ലബിൽ കളിക്കുന്ന ഡീപോൾ എങ്ങനെ ആദ്യ ലെവലിൽ വന്നു? ഈ വേൾഡ് കപ്പിൽ ഒന്നും ചെയ്യാത്ത മൊളീന എങ്ങനെ രണ്ടാം പകുതിയിൽ കളത്തിലിറങ്ങി? ലൗട്രോ പോലുള്ളൊരു താരത്തെ പുറത്തിരുത്തി സ്പാനിഷ് ലീഗിൽ 100 താരങ്ങൾ പോലും ഇടം ലഭിക്കാത്ത സിമിയോണിയെ എന്തിന് ടീമിലെടുത്തു? ഒരു കാര്യം വ്യക്തമാണ്, കളിയല്ല താങ്കൾ നോക്കുന്നത്, പ്രായമാണ്. താങ്കൾക്ക് എന്തിനാണ് 23 അംഗമുള്ള ടീം? ഇങ്ങനെയാണെങ്കിൽ വെറും 13 താരങ്ങൾ മാത്രം മതിയായിരുന്നില്ലേ? നിക്കോ പാസ്, ബാർക്കോ എന്ന വേഗത കൂടിയ താരങ്ങളെ അവഗണിച്ചതാണ് ഈ തോൽവിക്ക് കാരണം എന്നൊക്കെയാണ് കമൻറ്റ്. ഇത് തോൽവിയുടെ നിരാശയിൽ നിന്ന് ഉയരുന്നതാണ് ഒരു പരിധിവരെ. പക്ഷേ ഇതിൽ ചില കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണ്, സ്കലോനിക്ക് പിഴച്ചിട്ടുണ്ടോ? ഇതിൽ അർജൻറ്റീൻ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ ഞാനൊന്ന് പറയാം. അതായത് TYC സ്പോർട്സിൻ്റെ ഒരു ഫുട്ബോൾ നിരീക്ഷകൻ പ്രൊവിറ്റിയോ, അതായത് ഏണസ്റ്റോ പ്രൊവിറ്റിയോ, സ്കലോനിയുടെ ഈ വേൾഡ് കപ്പ് ഫൈനലിലെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ആവറേജ് അല്ലെങ്കിൽ അതിന് താഴേന്നാണ്. അതായത് സ്കലോനി അർജൻറ്റീന ടീം അണ്ടർഡോഗ്സ് ആണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ടീമിനെ ഇറക്കിയത്. വിജയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സ്പെയിന് നിങ്ങളിൽ നിന്ന് ബോൾ എടുക്കും, അവർ നന്നായിട്ട് കളിക്കും എന്നൊക്കെ അറിയുമ്പോൾ അതിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലേക്ക് പോയില്ല. ഒരു ടാക്റ്റിക്കൽ ഡിസിഷൻ, അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ടാക്റ്റിക്കൽ ഡിസിഷനിലേക്ക് പോയില്ല. പിന്നെ ആ സുപ്പീരിയോറിറ്റി, അതായത് സ്പെയിനിൻ്റെ ടാക്റ്റിക്കൽ ആൻഡ് ടെക്നിക്കൽ സുപ്പീരിയോറിറ്റിയെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമവും അർജൻറ്റീനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. പക്ഷേ അർജൻറ്റീനയ്ക്ക് യഥാർത്ഥത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ടീം അവസാനം വരെ ഫൈറ്റ് ചെയ്യുന്നൊക്കെ സ്കലോനി പറയുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ കുറച്ചുകൂടി അർജൻറ്റീനയെ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, അത് ഉപയോഗപ്പെടുത്തിയില്ല എന്നാണ് ഏണസ്റ്റോ പ്രൊവിറ്റിയോ പറയുന്നത്. ആവറേജ് പെർഫോമൻസാണ് സ്കലോനിയുടേതെന്ന്. പക്ഷേ ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, മോളിന ഈ വേൾഡ് കപ്പിൽ മോശം പ്രകടനം നടത്തിയിട്ടുള്ള ഒരാളാണ്. മുണ്ടിയിൽ മോശമല്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കവേ അദ്ദേഹത്തെ പിൻവലിച്ചിട്ട് മോളിനെ ഇറക്കുന്നത് എന്തിനായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ ഫിസിക്കലി എക്സോസ്റ്റഡായി പോയിട്ടുണ്ടാകാം മുണ്ടിയിൽ എന്നുള്ളത് മാത്രമാണ് നമുക്കതിൽ ഊഹിക്കാൻ പറ്റുകയുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും കോച്ച് വിശദീകരിച്ചില്ല. തോറ്റതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ലല്ലോ. കാരണം തോൽവിയുടെ സങ്കടവും നിരാശയൊക്കെയുള്ള സമയത്ത് ഇതൊക്കെ അങ്ങനെ കുത്തി ചോദിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അത് എന്തിനായിരുന്നു? അതൊരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ചേഞ്ച് ആയിരുന്നു. മോളിന അതിനു മുമ്പ് ഇംഗ്ലണ്ടിനെതിരെയും സ്വിറ്റ്സർലൻഡിനെതിരെയും ഒക്കെ അർജൻറ്റീന ഗോൾ വഴങ്ങാൻ കാരണമായിട്ടുള്ള മിസ്റ്റേക്ക് നടത്തിയിട്ടുള്ള ആളാണ്, ഡിഫെൻസീവ് ലാപ്സ് നടത്തിയിട്ടുള്ള ആളാണ്. ഇവിടെ സ്പെയിനിൻ്റെ ഗോളിലും അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് ലാപ്സ് ഉണ്ടായിരുന്നു. അത് തിരിച്ചടിയായിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം ഇതിൽ പറയുന്ന ഒരു കാര്യം, ലൗതരോ മാർട്ടിനസിൻ്റെ കാര്യം. ലൗതരോ മാർട്ടിനസ് മിന്നും ഫോമിൽ സീരിയയിൽ കളിച്ച ആളാണ്. പക്ഷേ വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ തുടക്കത്തിൽ അങ്ങനെ ഫോമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ കളിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. 10 പേരായി ചുരുങ്ങിയതുകൊണ്ടല്ലേ എന്നൊക്കെ ചിലർ ചോദിക്കാം. പക്ഷേ 10 പേരെ ചുരുങ്ങിയത് എപ്പോഴാണ്? രണ്ടാം പകുതിയുടെ അവസാനത്തിലാണ്. അപ്പോൾ ജയിക്കാനേ ശ്രമിച്ചിട്ടില്ല. ഡിഫെൻസീവ് താരങ്ങൾ ഇറക്കാൻ പോയി, അറ്റാക്കറെ ഇറക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് പോയി. അപ്പം എന്തുകൊണ്ട് ലൗട്രോ ഇറക്കിയില്ല എന്ന് ചോദിക്കാം. പക്ഷേ കളി ജയിക്കാനുള്ള ശ്രമമായിരുന്നില്ല സ്കലോനി നടത്തിക്കൊണ്ടിരുന്നത്. മറിച്ച് എക്സ്ട്രാ ടൈമും കടന്ന് എങ്ങനെ ഷൂട്ടൗട്ടിലേക്കെങ്കിലും എത്താൻ പറ്റും എന്നുള്ളൊരു തോന്നലായിരുന്നിരിക്കണം ആ തീരുമാനങ്ങൾ. അപ്പോൾ അതും ഒരു ചോദ്യചിഹ്നമാണ്. പിന്നെ ഡീബോളിൻ്റെ കാര്യം, ഡീബോൾ മോശം ഫോമിലാണ്. അതുപോലെ മെസ്സിയുടെ റെക്കമെൻഡിലാണ് മയാമി കളിക്കുന്നതൊക്കെ പറഞ്ഞാൽ അത് കടന്ന കൈയല്ലേ എന്നുള്ളതാണ്. ഡീബോളിന് വേണമെങ്കിൽ യൂറോപ്പ് തുടരാമായിരുന്നല്ലോ, എന്നിട്ട് അദ്ദേഹം മയാമിയിലേക്ക് വന്നതാണ്. ഏതായാലും ഡീബോളിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് മയാമിയിൽ എത്തിയതിന് ശേഷം അവിടുത്തെ കോമ്പറ്റീഷൻ കുറവ് കൊണ്ടൊക്കെ ആവണം നന്നായി കുറഞ്ഞിട്ടുണ്ട്. മെസ്സിയുടെ ഇത് കുറഞ്ഞിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ മെസ്സി വേറെ ലെവലാണ്. മെസ്സിയും ഡീബോളിനെ നിങ്ങൾ കമ്പയർ ചെയ്യില്ലേ? അപ്പോൾ അത്ര കോമ്പറ്റീവ് എൻവയോൺമെൻറ്റിൽ അല്ലാത്തതുകൊണ്ട് ഡീബോൾ ഡിക്ലൈൻ ആയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ വേൾഡ് കപ്പിലുടനീളം അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ കളിയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. കാരണം കഴിഞ്ഞ കളി സബ്സ്റ്റിറ്റ്യൂട്ട് വന്നപ്പോൾ ഒന്നും ഉണർന്നിരുന്നു ആൾ. പക്ഷേ ഇപ്പോൾ വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ട്. സോ അത് ഒരു മോശം തീരുമാനമായിരുന്നു അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ളത്. പകരം ആര് എന്നുള്ളതാണ്. ഇപ്പോൾ പരേഡസിന് 100% ഫിറ്റ് അല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരുപാട് ചേഞ്ചസിലേക്ക് ടീമിന് പോകാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബാർക്കോ എന്തുകൊണ്ട് ഇറക്കിയില്ല, നിക്കോ പാസിന് ഇറക്കിയില്ല, അതിപ്പോൾ ഫൈനലിൽ വെച്ചിട്ട് അംഗപരീക്ഷണം നടത്തേണ്ടതായിരുന്നില്ല, അത് നേരത്തെ ചെയ്തു വരേണ്ടതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ മുതലൊക്കെ തന്നെ അവരെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലൊക്കെ ഇറക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ ഇപ്പോൾ അവരെ ഇറക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ
അത് ആ മത്സരത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരുന്നു. ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്കായിരുന്നില്ല അർജൻറ്റീന പോയിക്കൊണ്ടിരുന്നത്. സോ ഉത്തരം പറയേണ്ട ചോദ്യങ്ങളുണ്ട്. സ്കലോനിക്ക് പിഴച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുന്നത് ഒരല്പം കടന്ന കൈയായിരിക്കും. കാരണം എന്താ അറിയോ, 2018 എങ്ങനെ നിന്ന ഒരു അർജൻറ്റീനയാണ് സ്കലോനി ഈ രൂപത്തിലേക്ക് എത്തിച്ചത് എന്ന കാര്യം കൂടി ഓർത്താൽ മതി. സോ ആ മനുഷ്യൻ ചെയ്തു വെച്ചതൊക്കെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ പാളിച്ചകൾ സംഭവിക്കുന്നത് അർജൻറ്റീന ആരാധകരെ അങ്ങ് ക്ഷമിച്ച് കളയും, കണ്ണടച്ച് കളയുന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.